അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം എന്താണെന്ന് വെച്ചാൽ കമല ഇന്ത്യൻ ഹൊറർ ഗെയിം ആണ്. അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് 300 ലൈക്ക് ആണ്. 300 ലൈക്ക് ആകുകയാണെങ്കിൽ നമ്മൾ നിങ്ങൾക്കറിയാലോ. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതൊരു ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ട്. കമല ഹാഡ് എ ബിഗ് സ്മൈൽ ഓൺ ഹെയർ ഫേസ് ആൻഡ് ഹെയർ വെഡിങ്. ഓക്കെ ഗൈസ്, നമ്മുടെ കമലയുടെ കല്യാണം നടക്കാനാണ് ഇവിടെ. കമല സന്തോഷത്തോടെ കമല എല്ലാവരും വെൽക്കം ചെയ്ത്. പക്ഷെ അന്ന് രാത്രി ഒരു വ്യത്യസ്തമായ ഒരു സംഭവം നടക്കുകയാണെന്നാണ് പറയുന്നത്. കമലയുടെ ശരീരത്തിൽ ഒരു ഈവിൽ സ്പിരിറ്റ് കയറി അവളുടെ സ്വഭാവം ചേഞ്ച് ആവാൻ തുടങ്ങി. എനിക്ക് അത്ര അറിഞ്ഞൂടാ. കമല ആൾക്കാരെ കഴിച്ച് തിന്നാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഒരു മോൺസ്റ്ററിന്റെ സ്വഭാവം കാണിച്ചു. ഓക്കെ ഗൈസ്, അപ്പോൾ അവരൊരു കത്ത് എഴുതി കമല രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരൊരു കത്ത് എഴുതി. അതാണ്ട് ഈ കണ്ണാണ് കേട്ടോ, നമ്മുടെ കണ്ണാണ് കേട്ടോ ഇത്. നമ്മളാണ് കമലയെ തളക്കേണ്ടത്. ഓക്കെ ഹെഡ്ഫോൺ യൂസ് ചെയ്ത് കളിച്ചാലേ നല്ല ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അത്ര വേണ്ട. ഓക്കെ ഗൈസ് ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഫൈൻഡ് കമല എന്ന് പറയുന്നത് നമ്മൾ കമലയെ കണ്ടുപിടിക്കണമെന്നാണ് പറയുന്നത്. എന്തുവാടെ ഇത്? ഓക്കെ, എങ്ങനെ തുറക്കണം? ഇങ്ങനെയല്ലേ? അയ്യോ, എനിക്ക് നല്ല പേടി വന്നിട്ട്. ഇത്ര നേരം ഇല്ലാത്ത പേടി പെട്ടെന്ന് എവിടെയാണെന്ന് അതല്ല നിന്റെ കൈ മുന്നേ തന്ന. ഓക്കെ ഗൈസ്, നമ്മൾ കമലയെ കണ്ടുപിടിക്കണം. മനസ്സിലേടിപ്പിക്കാനായിട്ട് നീ കമലേ ശ്യാമളല്ലേ കോമള. ഇവിടെ എന്തോ ഇരിപ്പുണ്ട് കേട്ടാ ഗൈസ്, ബുക്ക്. ഓക്കെ, നമുക്കൊരു കീ കിട്ടിയിട്ടുണ്ട്. എനിക്ക് പേടി വന്നു കേട്ടാ, സത്യമായിട്ട് ഞാൻ നോക്കാതിരിക്കും. ഓക്കെ, ഇത് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അലമാരയാണ് കേട്ടോ. ഓക്കെ ഇവിടെ ഒന്നും ഇല്ല. എനിക്ക് നല്ല കമല ഇല്ലേടി, ഇപ്പൊ കമല വരത്തില്ല. നീ എന്തിനു പേടിക്കുന്ന? സ്റ്റക്ക്. ഇവിടെ എന്തോ വാതിലുണ്ട്. എനിക്കും പേടിയാണ്. ഓക്കെ, കുഴപ്പമില്ല. എടി ഇവിടെ എന്താ വാതിൽ തുറക്കണ സൗണ്ടൊക്കെ കേൾക്കണേട്ടാ. അത് ഇത് ആടുന്ന സൗണ്ടാണ് എടി. ഇത് തുറക്കാൻ പറ്റില്ല. കളിക്കണ്ടടി, എനിക്ക് പേടിയാണ്. എടി കളിക്കാടി, കിടക്കട്ടെ. അവള് വെറുതെ ഇരിക്കുമ്പോ വരത്തില്ല. മഴ നിനക്ക് എന്തടി? നീ നോക്കണ്ട, തിരിഞ്ഞിരിക്കി. ഇവിടെ എന്താ എന്നെ ധൈര്യമായിട്ട് കളിച്ചല്ലേ അവളില്ലാത്ത പോലെ. ഓക്കെ, ഇനിങ്ങനെ പേടിപ്പിക്കില്ലേ വെച്ചേ. കളിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒരു പാവേ മഴ ഉണ്ട് കേട്ടാ ഗൈസ്. പക്ഷേ ഇതെന്തോ അവിടെ തുണിയെല്ലാം കരട്ടേക്കുന്നതാണ്. അയ്യോ, ഇതെന്താണ് ടോയ്ലറ്റ് അല്ലേ? കമലയുടെ ടോയ്ലറ്റ് കയറി കൊടുത്ത് ഇവിടെ അവള് വരണ ഞാൻ കണ്ട്. സത്യമാണ് ഞാൻ കണ്ട അവള് വരണ. ഒരു പിടിക്കേ ഞാൻ കണ്ട അവള് വരണ. അവളെ കണ്ട് ഞാൻ അവിടെ നിന്ന് വരണ കണ്ട്. ചുമന്ന സാരി പൈപ്പ്. ഇത് കുളിമുറിയാണ് കേട്ടാ. പക്ഷെ കുളിമുറി എന്താണ് കിടന്നുറങ്ങണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വേണ്ട. ഓ കൈസ്, ഇതാണ് കേട്ടാ പൂച്ചമുറി. എനിക്ക് എന്തടി നീ എന്നെ ഇവിടെ കൊടുത്ത കമല വരുന്ന. ഓക്കെ, ലോക്കാണ്. അയ്യോ കമലേ, അയ്യോ എനിക്ക് വയ്യൊന്നും ഇല്ല. വെക്കോ? ഇവിടെ കുഴപ്പമില്ല. ഇതാ പിന്നെ ഒരു ടോയ്ലറ്റ്. ഇതെന്താ അവളുടെ ഭർത്താവ്? എടി തയ്യൽ മെഷീൻ തയ്ക്കുന്ന വെണ്ണാണ് കേട്ടാ. ഇവർക്കൊക്കെ എത്ര റൂം ഒരാൾക്ക് കിടക്കാൻ? ഇപ്പൊ ഇരുട്ട് എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇരുട്ട് കേട്ടാ. ഓക്കെ, എന്തുവാ ഇവിടെ എന്തൊക്കെ പ്ലേസ് ചെയ്യണമെന്നാ പറയുന്നത്. അയ്യോ എനിക്ക് വയ്യ ഗൈസ്. എന്തിനാ നിങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഗെയിം കയറി? ഇതിനെ കയറൂല ഗെയിം. അത് ഇങ്ങനെ ഈ രാത്രി 10:30 സമയത്ത് എന്തിനിടെ ഈ ഗെയിം എടുത്ത? ഗ്രാനിയൊക്കെ ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് കളിക്കായിരുന്നു കേട്ടാ. ഇവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് നോക്കണ്ട. ഇതേ പിന്നെ ഈ സ്ഥലത്ത് തന്നെ എത്തി. ഇതെന്താ കറങ്ങി തിരിച്ച് ഇവിടെ ഒക്കെ തന്നെ എത്തുന്ന? നിനക്കെന്താ ഇപ്പൊ അവളെ കാണണോ? ഓ, ഇത് ഓടിക്കാൻ പറ്റുന്നില്ല. ഓ, എനിക്ക് കുറച്ചൊരു ദീർഘശ്വാസം വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. കമല വന്നിരിക്കും. അല്ലല്ല, ഇവിടെ താത്തിമാരെ വിളിച്ചിട്ട് കയറ്റിയാല് കമ്മോട്ടെന്ന് കളിക്കുന്ന കേട്ടാ. ഈ ഓജാ പോട്ട് കളിക്കുന്ന ഫീല്. ഇവിടെ താത്തിയെ വിളിക്കരി. കുറ്റി പറഞ്ഞിട്ടിരുന്നാ മതി. അയ്യോ, കമല ഉണ്ട്. ഞാൻ കണ്ട കമലൊക്കെ ഉണ്ട് ഇവിടെ നിൽക്കുന്നത്. നീ കളിച്ചാൽ നീ മേടിക്കും വേണ്ടേ? എടിത് ഗെയിമാണ് വേണ്ടേ? പോയേട്ടാ. എടി എന്താന്ന് വെച്ചാൽ അവിടെ വരട്ടാ ഞാൻ കയറി കൊടുക്കണേ. ഇവിടെ എന്താ ഇരിക്കുന്നത്? ഒന്നും എടുക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ വരും. പിടിക്കും. ടോയ്ലറ്റ് ഇതാ ചേച്ചി. പിന്നെ അതേ സ്ഥലം എത്തി. പിന്നെ ഇവിടെയൊക്കെ എത്തുന്ന അപ്പോൾ അവിടെ മുന്നിൽ ചെന്ന് വിടുവേ. ഇവിടെ എന്താ ഇരിക്കുന്ന കേട്ടാ. ഒരു പാവക്കുട്ടീനെ കൂടി കിട്ടി. ഇവിടെ ക്ലോക്ക്. അപ്പോൾ ഇവിടെ ഇതെന്താ അതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടാ. ഇവിടെ ഒന്നുമില്ല. പിന്നെ നമ്മൾ കമ്പനിക്കകത്ത് ഇത്ര പേടി എന്തുവാ? വിളിച്ചിരിക്കുന്ന സ്ഥലം ആനമാര് വേണ്ടല്ലേ. സ്റ്റക്ക് പരസ്യം അന്തരി കമ്പനിക്ക് ഇത്ര പേടി. ഓക്കെ, ഇവിടെ എന്തോ ഇരിക്കുന്ന കേട്ടാ. അടി അത് കൊണ്ട് വെക്കണമെന്നാ. നിനക്ക് എന്ത്? വിളിച്ചിരിക്കും. ഈ പേടി വന്നാത്ത ഇവിടെ കൂടെ വരുമെന്ന് കേട്ടാ. സൗണ്ട് കേട്ടാ ഇത് വരും. ചിലങ്ങളുടെ സൗണ്ട് തന്നെ കേൾക്കണ. അവളെ പാട്ട് ഇടുന്നു.
ഒറ്റ ഈ സൗണ്ട് കേട്ടാണ് തുറന്ന് ഇവിടെ നിൽക്കോ? ഇത്തിരി ഗെയിമും കൂടിയാണ് വേടിയത്. പെണ്ണും കൂടെ എന്തിരി പോവാത്ത? പ്ലീസ് സേവ് മീന്ന്. മുജേ ബച്ച. തുറക്കട്ടാ? ഓ തുറന്നു. എടി ധൈര്യം കാണിക്ക്, തുറക്ക്. പിടിച്ച് പിടിച്ച്. എനിക്ക് എന്ത് തുറക്ക നീ പറയട്ടെ, ഞാൻ തുറന്ന. പോയി വേണ്ട, ഇനി വേണ്ടല്ലേ? ഇനി കളിക്കണോ? ഒന്നും കളിക്കാൻ നീ കളിക്കോ? പ്രശ്നം നീ കളിക്കും. ഓക്കെ ഏത് സ്ഥലമാ? ഓക്കെ ഗൈസ്, എനിക്ക് ഇവിടെ എന്തുവാ? ഓ ഇവിടെ ഇങ്ങനെയാ പാവയാന പോവാന്ന് അടച്ചിട്ടേക്കാണ്. എങ്ങനെ തുറക്കണ? എങ്ങനെ എടി ഈ ഓറഞ്ച് കട്ട മാറ്റണമെന്നാ? അടുപ്പിച്ചല്ലേ? ഓ ഇങ്ങനെയല്ല കേട്ടോ ഫസ്റ്റ്. അതൊന്നും കൂടി മാറ്റണം ഓടി ഇത്. അപ്പോഴത്തേക്ക് സൗണ്ട് കേൾക്കൂലേ എടി? ഫസ്റ്റ് ഇങ്ങനെ ഓരോന്നായിട്ട് മാറ്റി നിൽക്കുന്നില്ലേ നല്ലത് അല്ലേ? ഇത്രല്ലേ ഉള്ളൂ. ഓക്കെ ഇപ്പൊ തുറക്കണ്ട. തുറന്ന ചിലപ്പോൾ അവിടെ കയറി വന്നാല് ബേക്കിനാണ്ടി വരണ. ഓ രക്ഷപ്പെട്ടീ. അയ്യോ ഞാൻ എവിടെ പോണേ? വിളിച്ചാൽ ഇവിടെ വിളിക്കാനുള്ള സ്ഥലമുണ്ട്. ബേക്കിന് വന്നല്ലേ? ഇത് കൂടി ഓടായിരുന്നു നിനക്ക്. നിനക്കിനി കളിക്കോ? നീ കളിക്കണോ? നോക്ക് ഇതേ സ്ഥലം. ഓക്കെ കൊട. ഇവിടെ ഒരു ടെഡി ഇരിക്കുന്നു ഗൈസ്. ടെഡിയാണോ എന്താ എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ ഓ ഇതിട്ടുണ്ടോ? രാത്രി തന്നെ നിനക്കിത് കളിക്കണം. ഓ ഇവിടെ മിക്കാറും ഇതിന്റെ സ്വപ്നം കാണും കേട്ടാ. ഞാൻ സ്വപ്നം ഉറപ്പാ. ഇതൊരു സ്റ്റക്ക്. ഒന്നുമില്ല, എനിക്ക് പഠിക്കാനുള്ളതാണ്. നിങ്ങൾ ഇറങ്ങി പോയി പഠിച്ചോ. ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. ഓക്കെ ഗൈസ്, ഞാൻ പുറത്തിറങ്ങാൻ പോവേണേ. എന്താന്ന് വെച്ചാൽ ആവട്ടല്ലേ? ഓക്കെ നമുക്ക് നേരത്തെ സാൾട്ട് ബൗൾ എവിടെയാണ് വീണത്? എവിടെയാ വീണത്? ഇത് മുറ്റമല്ലേടി? എടി അവിടെ കുലീസിന്റെ സൗണ്ട് കേൾക്കുന്നടി. നീ പൊക്കല്ലേ? കുഴപ്പമില്ലാതെ പൊക്കാള് വരാണെങ്കിൽ വരണേ. അവിടെ പോയി വിളിച്ചു. അവിടെ വിളിക്കാനുള്ളതാ. ഓക്കെ ഞാൻ വിളിച്ചേ. പോയി ജസ്റ്റ് രക്ഷപ്പെട്ട്. ഇത്ര കളിച്ചിരിക്കണമെങ്കിൽ ആ ബെല്ലെല്ലാം കണ്ടാടി? കണ്ടില്ല. ഇപ്പോൾ എത്ര കട്ടാ? ഇറങ്ങിക്കോ. ഓക്കെ ഗൈസ്, ഇവിടെ ഇങ്ങനത്തെ സ്ഥലം. ഇവിടെ പോയി നോക്കാം. എന്തുവാ ഇതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇതാ പിന്നെ ഇവിടെ എത്തി. കറങ്ങി തേച്ച് എത്താനുള്ള ഇവിടെ തന്നെ. എനിക്ക് വയ്യ കേട്ടാ. എത്തിട്ട ഗെയിം കാറുടെ ഞാൻ കറക്റ്റ് കണ്ട്. അയ്യോ ഇവിടെ ഞാൻ എങ്ങനെ ചെന്നത്? ഇത് ഞാൻ ഇവിടെ വിളിക്കാം. ഇവിടെ പെട്ടുണ്ട്. വിളിക്കാൻ പറ്റാത്ത പെട്ടാണ്ടി. അയ്യോ ഇപ്പൊ വന്ന് പിടിക്കുവേ. എനിക്കറിയാലോ. കുനിഞ്ഞിരിക്കാൻ പറ്റൂലായിരുന്നു ഗ്രാലിയെ പോലെ. പോയി കണ്ടില്ല അവള് ഭാഗ്യം കൊണ്ട്. വന്ന് പിടിച്ചാണെങ്കിൽ എനിക്ക് കളി നിർത്തായിരുന്നു. കൊലിസിന് സൗണ്ട് വരുന്നു. ഇവളെന്ത് വരാത്ത? പിന്നെ ചെന്ന് കയറി കൊടുത്താലാ? പൊക്കോ അവളിങ്ങനെ റൂമിൽ വരണമെങ്കിൽ വരട്ടെ. നീ പൊക്കോ. ഇവിടെ പേടി ചാൻസ് കഴിഞ്ഞ്. കട്ടപ്പോ നൃത്തിയിലേക്ക് കളിക്കുന്നുണ്ട് ഗൈസ്. ഇനി ജയിച്ചാലും തോറ്റാലും മേലെ ഈ കമ്മല ഗെയിമായിട്ട് വരത്തില്ല. തുടങ്ങിയപ്പോഴേക്ക് മനസ്സിലായി കമ്മലയുടെ ഗുണം എന്താണെന്ന്. കമ്മല കളിക്കാത്തതുണ്ടെങ്കിൽ എന്തായാലും കളിച്ചു നോക്കണം. നല്ല ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അത് മാത്രമല്ല നമ്മൾ ഈ ഹെഡ്ഫോണും കൂടി ഇട്ട് കളിക്കുകയാണെങ്കിൽ ഒത്തുകൂടി പൊളിയായിരിക്കും. അപ്പോൾ ഇതുവരെ ലൈക്ക് കളിക്കാത്തതാണെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്താ പറയണമെന്നൊന്നും പറ്റിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്താ ഇത്തരത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.